ആയില്ല. അമ്മ ഇപ്പൊ ആർസമി വന്നിട്ട് എത്ര നാളായി? ഒരു വർഷം കഴിഞ്ഞു. ആർസമി വരാനുള്ള കാരണം എൻ്റെ കാലിൻ്റെ മുട്ട് തേഞ്ഞ് അടുത്ത് പോയി. ഒരു വർഷം 1.25 വർഷം ആയുർവേദം കഴിച്ചു, കുറവൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് പിന്നെ നാട്ടുവൈദ്യന്മാരുടെ ചികിത്സ നടത്തി, കുറഞ്ഞില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ വേറൊരു അലോപ്പതി ഡോക്ടറെ കണ്ടു. ആ ഡോക്ടർ മുട്ടിനൊരു ഇഞ്ചക്ഷൻ എടുത്തു, ഭയങ്കര വേദനയുള്ള ഒരു ഇഞ്ചക്ഷൻ. അതെടുത്തപ്പോൾ 2 ദിവസത്തിന് വേദന കുറവുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെയും പഴയതുപോലെ തുടങ്ങി. അങ്ങനെ ഇരുന്ന് പിന്നെ എൻ്റെ ആ ഡോക്ടർ എന്നെ പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ വിട്ട്. മെഡിക്കൽ കോളേജിലെ പാലാ മെഡിസിറ്റിയിലും കൊച്ചിക്കുന്നേലും പിന്നെ കിങ്സിലും ചോദിച്ചിട്ട് അവിടെയൊന്നും മെഡിസിപ്പിൻ്റെ കാർഡ് എടുക്കത്തില്ല. ഭർത്താവിന് പെൻഷനുള്ളതുകൊണ്ട് മെഡിസിപ്പിൻ്റെ കാർഡുണ്ട്, അതുകൊണ്ട് അവിടെ ഒന്നും എടുത്തില്ല. പിന്നെ ഡോക്ടർ തന്നെ ഹരികുമാർ ഡോക്ടർ കാണക്കാരില്ല ഡോക്ടർ ചെന്ന് പിന്നെ മെഡിക്കൽ കോളേജ് ചോദിച്ചപ്പോൾ നിഖാരി ഡോക്ടറൊക്കെ എഴുതി തന്നു വിട്ട് അവിടെ കൊണ്ട് ഡോക്ടറെ കാണിച്ചപ്പോൾ നല്ല ശ്രദ്ധയോടെ കൂടി സാർ നോക്കി, സാറിന് നല്ലപോലെ രോഗികളെ നോക്കുകയും ചെയ്യും. നോക്കി എന്നെ കിടത്തി പരിശോധിച്ച് കാല് മടക്കാൻ വേണ്ടി മടക്കത്തില്ല, ഒരു കാല് മടക്കാം. അവിടെ നിന്ന് തന്നെ എണീറ്റു അമ്മേ, ഒരാളും കൊണ്ട് തന്നെ ഒരു ആരും ഇല്ലാതെ ഞാൻ ചെന്നും പറഞ്ഞ് എന്നെ വഴക്കും പറഞ്ഞു. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഇരിപ്പായി. ഇനി ഞാൻ എന്ത് ചെയ്യും എന്നോർത്തിരിക്കുമ്പോഴാണ് പിന്നെ അതിനു മുമ്പാണ് പിന്നെ മെഡിസിപ്പിൻ്റെ കാർഡും കൊണ്ട് നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഓഫീസിൽ കയറി ചെന്നു. ഡോക്ടർ സർട്ടിഫിക്കറ്റ് തന്നു, മെഡിസിപ്പിൻ്റെ കാർഡിൻ്റെ കോപ്പി എടുത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് പറഞ്ഞ് കാർഡിൻ്റെ പൈസ ഓറിയൻ്റൽ ഇൻഷുറൻസ് കമ്പനിക്കാരാണ് പൈസ ഇടുന്നത്, അവർ പൈസ ഇടുന്നില്ലായിരുന്നു. അതുകൊണ്ട് എന്നെങ്കിലും പൈസ വന്നാൽ വിളിച്ചേക്കാന്ന് പറഞ്ഞ് നമ്പരും മേടിച്ചു. ഇന്ന് വരെ വിളിച്ചിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ മകൻ പാമ്പാടി പണിക്ക് പോയപ്പോഴത്തേക്ക് ആ പയ്യനോട് പറഞ്ഞു, പണിയിപ്പിക്കുന്ന പയ്യനോട് പറഞ്ഞ് ചേട്ടൻ സോനു എൻ്റെ അമ്മയ്ക്ക് വയ്യാതിരിക്കുക, എപ്പോഴെങ്കിലും ഓപ്പറേഷൻ ചെയ്താൽ ഞാൻ പിന്നെ വരികയില്ല, അമ്മയെ നോക്കാൻ വേറെ ആരും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ പോയപ്പോഴത്തേക്ക് മാണി സാറ്, എൻ്റെ അമ്പിളി മാഡം, പിന്നെ സോനു, ഇത്രയും പേരും കൂടി എൻ്റെ അതിരമ്പഴത്തെ വീട്ടിൽ വരുമ്പോൾ എനിക്ക് എണീറ്റ് നിൽക്കാൻ വയ്യ, നിന്നാ വിറയ്ക്കും എന്നെ. പേടിച്ചാണ് ഞാൻ ഈ സ്കാനറെ മാണിസാർ പിടിച്ചാൽ കയറ്റി നിർത്തിയത്. ഇരുന്ന് കഴിഞ്ഞാൽ കൈകൊണ്ട് കാല് പൊക്കി വേറൊരു കസേരയിൽ വെക്കും. സെറ്റിയിലായിരിക്കുന്നെങ്കിലും കാല് പൊക്കി നീട്ടി വെച്ചുകൊണ്ടിരിക്കണം, ഒരു കാലം നിർത്തിയേ വിട്ട. ആ അവസ്ഥയിലിരുന്ന് എന്നെ ഇന്നിപ്പോഴേ നമ്മുടെ ന്യൂട്രിചാർജിൻ്റെ BJ, ന്യൂട്രിചാർജിൻ്റെ ബെജുമേഗ, ന്യൂട്രിചാർജിൻ്റെ DH, ന്യൂട്രിചാർജിൻ്റെ S5, ന്യൂട്രിചാർജിൻ്റെ പിന്നെ ഗാമ ഒറൈസോള്, ഇതെല്ലാം കഴിച്ച് തവിടെണ്ണ എന്നും കുടിക്കുമായിരുന്നു. തവിടെണ്ണ കുടിച്ച് തവിടെണ്ണ ചൂടാക്കി കാറ്റിനോട് തിരിഞ്ഞിരിക്കും. തവിടെണ്ണ ചൂടാക്കിയിട്ട് തവിടെണ്ണ പാത്രം ചൂടാക്കിയിട്ട് തവിടെണ്ണ ഒഴിച്ചിട്ട് അതിൽ പെയിൻകോയും കൂടെ ചേർന്ന് നല്ലപോലെ യോജിപ്പിച്ചിട്ട് കാല് താഴെ മുതൽ. അത് വേദനയുള്ളപ്പോഴല്ലേ? വേദനയുള്ളപ്പോഴേ. ഇപ്പം ഈ ന്യൂട്രിചാർജിൻ്റെ ഈ BJ പ്രോഡക്റ്റ് കഴിച്ച് ഇതിനൊരു മാറ്റം ഇപ്പം എത്ര നാളായി കഴിക്കാൻ തുടങ്ങിയിട്ട്? ഒരു വർഷം അല്ല, ഈ ഒരു 6 മാസമൊക്കെ ഉപയോഗിച്ചപ്പോഴത്തേനും നല്ല വ്യത്യാസം കണ്ടു തുടങ്ങിയായിരുന്നു. 6 മാസം കഴിഞ്ഞാൽ നടക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ 2 മാസം കഴിഞ്ഞപ്പോൾ നടക്കാൻ തുടങ്ങി. അതാ ചോദിച്ചത്. അപ്പൊ വീട്ടിലെ ജോലികളൊക്കെ ഇപ്പം സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 6 മാസം ഇപ്പം BJയുടെ ഒക്കെ ആണെങ്കിലും ന്യൂട്രീഷൻ സപ്ലിമെന്റുകളുടെ ഒക്കെ പറയുന്നത് ഏറ്റവും കുറഞ്ഞത് 6 മാസമെങ്കിലും ഉപയോഗിക്കണം എന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ 6 മാസം കഴിഞ്ഞ് വീണ്ടും ഉപയോഗിക്കുന്നതിനെ സംബന്ധിച്ച് ഇവരിൽ നിന്ന് നിർദ്ദേശം കിട്ടിയോണ്ടാണോ അതോ ചേച്ചിയുടെ ഇഷ്ടപ്രകാരം കഴിക്കുന്നുള്ളൂ? എന്നോട് പറഞ്ഞിട്ടുണ്ട് കാലിന്റെ കുറയുന്നവരെ കഴിക്കാൻ പറഞ്ഞു. ഇപ്പൊ അതെങ്ങനെയുണ്ട്? ഇപ്പൊ കുറവുണ്ട്, എനിക്ക് നടക്കാം.